പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ കടയ്ക്കൽ. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു കേരളത്തിലെ വിസ തട്ടിപ്പിനെക്കുറിച്ച്. അങ്ങനെ ഒരു അനുഭവം പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്കുണ്ടായിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ ചുള്ളിമാനൂർ എന്നുള്ള സ്ഥലത്ത് ക്രിസ്തുരാജ് കോളേജിന് അടുത്ത് താമസിക്കുന്ന ഒരാൾ എന്നെ ദുബായിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇയാളൊരു ഏജൻറ്റാണ്. അങ്ങനെ അത് പൈസ മേടിച്ചിട്ട് പിന്നെ ഗൾഫിൽ വിട്ടിട്ടില്ല. അങ്ങനെ ഗൾഫിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ച് അയാളെ പോക്കറ്റ് വെച്ചിട്ട് അവസാനം പല രീതിയിൽ പറഞ്ഞു വരികയും അങ്ങനെ നമ്മൾ സത്യത്തിൽ ചീറ്റ് ചെയ്യുകയുമായിരുന്നു. അത് പിന്നീടാണ് നമുക്കത് മനസ്സിലായത്. എന്തായാലും ഇത് കുറച്ച് പൈസ ഏകദേശം ഒരു 87,000 രൂപയ്ക്കകത്ത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ അത് കേസൊക്കെ കൊടുത്ത് ഒരു പരുവത്തിന് അത് ഒരു 20,000 രൂപയും പാസ്പോർട്ടും തിരിച്ചു തന്നു. ഇനി ബാക്കി പൈസ തരാനുണ്ട്, അത് ഇതുവരെയും തന്നിട്ടില്ല. അങ്ങനെ നെടുമങ്ങാട് DYSPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ സിവിൽ കേസ് ആയതുകൊണ്ട് കോടതിയിൽ പോക്കേ നടക്കുകയുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളുള്ളതുകൊണ്ട് അവർക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രപൂർവ്വമായിട്ട് ചെയ്യുന്ന ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിപ്പോണ ഒരു പ്രവണതയാണുള്ളത്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ വക്കീൽ മുഖാന്തരം ജാമ്യത്തിൽ ഇറങ്ങിപ്പോവും. അപ്പോൾ DYSP ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിയാൻ കഴിയുന്നത് ഒരുപാട് പേര് ഇയാളെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഞാനിത് പറയാൻ പോകുന്നത്, നമുക്കൊരബദ്ധം പറ്റി ഇങ്ങനെയുള്ള പിന്നെ ആൾക്കാരുമായിട്ട് സാമ്പത്തിക ഇടപാടോ വിസ സംബന്ധിച്ച കേസുകളോ ഒന്നും നടത്തരുത്. നടത്തിയാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസയും പോവും, കുടുംബവും പിന്നെ നാശത്തിൻ്റെ വക്കിലെത്തും. ഇത് ഓരോരുത്തരും കഷ്ടപ്പെടുന്ന പൈസയാണ്. ഞാനിത് പറയാൻ വന്നതിൻ്റെ കാര്യം, ഇത് നമുക്കൊരു അവയർനെസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഞാനിത് മറച്ച് വെച്ചതിൻ്റെ കാര്യം, അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ആയിക്കോട്ടെ, ഉള്ള പൈസ തിരിച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പുറത്ത് പറയാതിരുന്നത്. അപ്പോൾ ഇനി അത് കിട്ടില്ലെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചതിൻ്റെ പേരിലാണ് വീണ്ടും ഒരു വീഡിയോ ഇടാമെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആൾക്കാർ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പൈസ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇയാൾ. അപ്പോൾ അവരെല്ലാം ചൂഷണം ചെയ്ത് ഇയാൾ ജീവിക്കുന്ന ഒരാളാണ്. അതുമാത്രമല്ല, ഇയാൾ തമിഴ്നാട്, എറണാകുളം, പിന്നെ കുളത്തൂപ്പുഴ, മടത്തറ, തമിഴ്നാട്ടിൽ തന്നെ പിന്നെ തെങ്കാശി ആ ഭാഗത്ത്, പിന്നെ കാരാക്കോണം മെഡിക്കൽ സെൻറ്ററിൻ്റെ ആ ഭാഗത്ത്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പേര് ഇയാൾ പിന്നെ ചീറ്റിങ്ങിന് ഇരയായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാൾ എന്തായാലും ഇനി ആരും ഇതുപോലുള്ള കേസിൽ പോയി അകപ്പെട്ട് ആരും തന്നെ പൈസയൊന്നും കൊടുത്തു കളയരുത്. കൊടുത്തു കഴിഞ്ഞാൽ കയ്യിരിക്കുന്ന പൈസയും പോവും, നമുക്ക് പിന്നെ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ ഇത് എൻ്റെ ഒരു അനുഭവം കൂടി മാത്രമല്ല, മറ്റുള്ളവരുടെ അനുഭവം കൂടെ ചേർത്താണ് ഞാനിത് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവിടെ തിരക്കിയപ്പോൾ സ്റ്റേഷനിൽ തിരക്കിയപ്പോൾ തന്നെ ഇയാൾ ഒരുപാട് പേരെ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട്. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ചോദിച്ചാൽ പൈസ കൊടുക്കില്ല, ഇയാളെ മുങ്ങി നടക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. അപ്പം നമുക്ക് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഇതിനകത്ത് അയാളെ ഫോട്ടോയൊന്നും കൊടുക്കാൻ നിർവാഹമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു കേസിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അയാളെ ഫോട്ടോയും പേരും ഒന്നും വെളിപ്പെടുത്താത്തത്. അത് ഈ കൊടുത്തവർക്കറിയാം. അത് ഒരു പക്ഷേ നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി അത് ചെയ്യാനും തയ്യാറാണ്. എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു കാരണവശാലും ചതിയിൽപ്പെട്ട് ആരും പോവരുത്. പോയി കഴിഞ്ഞാൽ കയ്യിൽ പൈസ പോവും. ഇതെല്ലാം ചതിയന്മാരാണ്. പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇറങ്ങുന്ന ആൾക്കാർ. അതിനകത്ത് ചില പെണ്ണുങ്ങളും ഉണ്ട്, ഭാര്യമാരും ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഉള്ള ആൾക്കാർ. അപ്പോൾ ഇവരെല്ലാം ഇതിനകത്ത് അഡിക്റ്റാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരോട് ചേർന്ന് നിന്നാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് അവർ ഒഴിഞ്ഞു മാറി നിൽക്കും. ഞാനൊന്നും അറിഞ്ഞില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അയാളോട് ചോദിക്കുക, അവിടെ ചോദിക്കുക, അയാളോട് ഇല്ല. അയാൾ പിന്നെ ഒന്നിക്ക് പറയാം തമിഴ്നാട്ടിലാണ്, അല്ലെങ്കിൽ പറയാം തൃശ്ശൂരാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ആരും ഇങ്ങനെയുള്ള കേസുമായിട്ട് ആരും ബന്ധപ്പെട്ട് പോകരുത്. നിങ്ങൾക്ക് അഥവാ ഗൾഫിലെങ്ങാനും പോകണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ബന്ധുക്കളോ സ്വന്തക്കാരോ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട്
നിങ്ങൾ ഡയറക്റ്റ് പോകാൻ നോക്കണം. അതല്ലാതെ വിസ ഏജൻറ്റിൻ്റെ ഒരു കീഴിലും നിങ്ങളാരും പോയിട്ട് പൈസ കൊടുക്കരുത്. ഇവന്മാരെല്ലാം കള്ളന്മാരാണ്, എല്ലാം പറ്റിപ്പാണ്, ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അല്ലാതെ ആരെയും രക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതല്ല. അതൊരു ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ചെറിയ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് വരാമെന്നുള്ള പ്രതീക്ഷയോട് നിർത്തുന്നു. ടൈം മീഡിയ